ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതിൻ്റെ അന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ രാവിലെ ഉറങ്ങി ശേഷം ഞാൻ കുളിച്ച് ഒന്ന് പോയിട്ട് പിന്നെ ഇപ്പം സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ഒരു ബോഡി ലോഷനാണ് ഇടുന്നത്. വാസ്ലിൻ ലിപ് ബാം ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം പഠിക്കാനായിരുന്നു. ഞാൻ ബ്രില്യൻ്റ് പോകുന്നുണ്ട്. ബ്രില്യൻ്റത്തതും പഠിക്കാനുണ്ട്, സ്കൂളിലതും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി തേർഡ് പാർട്ടാണ് ആദ്യം എടുത്തത്. അപ്പോൾ എനിക്ക് ബ്രില്യൻ്റത്തെ കിട്ടിയിട്ടില്ല. അങ്ങനെ അത് വേറെ ക്ലാസ്സുകളൊക്കെ വെച്ച് ഞാനതിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു. പിന്നെ ഫിസിക്സ് പഠിച്ചു. പിന്നെ കുറച്ച് സമയം ഇരുന്ന് ബോട്ടണി പഠിച്ചു. എനിക്ക് 10th എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. മിസ്സിൻ്റെ പ്രീ ഡിഗ്രിയിൽ മിസ്സിന് കൊടുത്ത ടൈം ടേബിൾ ആണെന്നാണ് പറഞ്ഞത്. അത് 13 hours ഒരു ദിവസം പഠിക്കേണ്ട ടൈം ടേബിളാണ്. പക്ഷെ എനിക്കത് എല്ലാം ഒന്നും ഫോളോ ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ അധികം അത് 12 o'clock ശേഷമാണ് ഫോളോ ചെയ്യാറ്. ഞാൻ എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആവും. അതിനുശേഷം പിന്നെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ്. അപ്പോൾ എനിക്ക് ഫുള്ളൊന്നും ഫോളോ ചെയ്യാൻ പറ്റൂലെങ്കിലും ഞാൻ കുറച്ചൊക്കെ ചെയ്യലുണ്ട്. അതിൽ മിസ് ആദ്യം തന്നത് 5 to 7 നമ്മൾ ആദ്യം 2 hour പഠിക്കണം. പിന്നെ 8 to 11, 12 to 1 PM, 2 to 5 PM, 6 to 9 PM ആൻഡ് 10 to 11 PM. ഇതാണ് മിസ് തന്ന ടൈം ടേബിൾ. അതിൻ്റെ ഇടയിലൊക്കെ ബ്രേക്കാണ്. 13 hour ഒരു ദിവസം പഠിക്കാൻ വരും. നിങ്ങൾക്ക് ആർക്കും പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യുക. നല്ല ടൈം ടേബിളാണ്. ബട്ട് 13 hour ഒരു ദിവസം പഠിക്കേണ്ട ടൈം ടേബിളാണ്. പക്ഷെ എനിക്കത് അത്ര ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി നല്ല ഹാർഡാണ്. ഞാൻ അധികം 12 ശേഷമുള്ളത് ഞാൻ നല്ലോണം ഫോളോ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കേട്ട് NCERT ബുക്ക് ഇങ്ങനെ വായിച്ച് അതിലെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ ബൈ ഹാർട്ട് പഠിക്കാനുള്ളത്. പിന്നെ അല്ലാണ്ട് ഇത് കെമിസ്ട്രിയാണ് ഞാൻ പഠിക്കുന്നത്. ബയോളജിയൊക്കെ പഠിക്കുമ്പം ബ്രില്യൻ്റിലെ നോട്ട്സ് ഞാൻ എഴുതിയെടുക്കുമായിരുന്നു. അതും ഒപ്പം പഠിക്കും. പിന്നെ അതിനുശേഷം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് പഠിക്കൽ. സ്കൂളിൽ അവിടെ എക്സാമിന് വേണ്ടിയത് മാത്രമേ തരുന്നതുകൊണ്ട് തന്നെ NCERT മൊത്തം അവർക്ക് പഠിപ്പിക്കാൻ ടൈമും ഇല്ല. പക്ഷേ ഞാൻ ഇപ്പം മെയിൻലി ട്യൂഷൻ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അവിടെ ആകുമ്പോൾ അവർ NCERT ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. ആൻഡ് ഞാൻ കുറേ സമയം രാവിലെ തന്നെയാണ് കെമിസ്ട്രി തന്നെ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കുറച്ച് സമയം മാറ്റി പഠിച്ചു. പിന്നെ എനിക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരു സബ്ജക്റ്റിൽ തന്നെ എനിക്ക് കുറേ സമയം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ ഞാൻ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വെച്ചാൽ ആ ബുക്ക് ഓപ്പൺ ചെയ്തിരിക്കും, എനിക്ക് അപ്പോൾ പഠിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ വേറെ സബ്ജക്റ്റ് എടുത്ത് പഠിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ ടൈം മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു പോവാം. നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളിപ്പോൾ നല്ല മിസ് ചെയ്യലുണ്ട്. നമ്മളിപ്പം എല്ലാവരും ഓരോ സ്കൂളുകൾ, അതിൻ്റെ ബെസ്റ്റായിട്ട് 3 friends ആയിരുന്നു. ഞങ്ങളതിൽ 2 ഒരു സ്കൂളിലാണ്, ഞാൻ വേറാണ്. അവരുടെ ഓർമ്മകളൊക്കെ ഉണ്ടാവാറുണ്ട്. അവരെ മിസ് ചെയ്യാറുണ്ട്. എപ്പോഴും ഞങ്ങൾ ഡൗട്ട്സ് ഉണ്ടായാൽ ഞാൻ ആദ്യം അവരെയാണ് വിളിക്കുക. അവരോടാണ് ഡൗട്ട്സൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്യാൽ. ഞങ്ങളെപ്പോഴും അൽഹംദുലില്ലാ കോണ്ടാക്റ്റ് ഉണ്ട്. അതെന്നും ഇനി ഉണ്ടാവുകയും ചെയ്യും. ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് വിളിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ വിളിക്കാറുമുണ്ട്. എല്ലാ ദിവസവും നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ടൂറൊക്കെ പോയതെല്ലാം നല്ല മെമ്മറീസ് തന്നെ ആയിരുന്നു. ഇന്നിപ്പോൾ എനിക്കൊരു വീഡിയോ കിട്ടിയെന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതുണ്ടായി. ഞങ്ങൾ അന്ന് അവിടെ ആനുവൽ ഡേൻ്റെ അപ്പോൾ അവിടെ സ്കൂളിൽ സ്റ്റെയറിലിരുന്ന് ഇങ്ങനെ കഥ പറയണത് നല്ല രസമാണ്. ആ മെമ്മറീസൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടാകുമ്പം അത് കുറച്ചുകൂടി നമുക്ക് മെമ്മറബിൾ ആണ്. കുറച്ച് ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. കുറച്ച് ടീച്ചേഴ്സിന് നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സിനായിട്ട് ഞങ്ങൾ നല്ല അറ്റാച്ച്മെന്റ്. ഇപ്പോൾ പുതിയ സ്കൂളിലായിട്ട് ആ ടീച്ചേഴ്സിനായിട്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഞങ്ങളൊന്ന് മാച്ച് ചെയ്ത് വരുന്നുള്ളൂ. നമുക്ക് നല്ല സങ്കടമാണോ ദിവസവും നമ്മൾ പ്രസന്റേഷനിലേക്ക് തന്നെ എല്ലാവരും പോയി. അപ്പോൾ ഒരു മടുക്കും, ഇഷ്ടമുണ്ടാവാതെ പോയൊക്കെ ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞാൻ പുറത്തു വന്ന് നിൽക്കല. അധിക ദിവസവും ലേറ്റായിട്ട് അവിടെ ആ ബുക്കിൽ എന്നും എൻ്റെ പേരുണ്ടാവും, ട്രാഫിക്കും ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ വേറെ ഓരോരുത്തർ ഓരോ സ്കൂളിൽ അങ്ങനെ പോകണം. അതൊക്കെ നല്ല സങ്കടം തന്നെയാണ്, ഞങ്ങളിങ്ങനെ ഓരോ സ്കൂളിലായത്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ പഠിച്ചാൽ ഒരേ സ്കൂളിലാവാൻ പറ്റുന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ 3 സ്കൂളിലായി. 3 2 ഒരു സ്കൂളിലും ഞാൻ വേറെ സ്കൂളിലും ആണ്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും വലിയ പ്രശ്നമല്ല. ഞാനും വേറൊരു കുട്ടിയും ട്യൂഷനിലുണ്ട്. ഞാൻ അശ്വിനായിട്ടാണ് ഞാൻ തീരെ കോണ്ടാക്റ്റ് ഇല്ലാണ്ടായത്. തീരെ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. വേറൊരു ഫ്രണ്ടിനെ ഞാൻ എല്ലാ ഹോളിഡേയ്സിലും ബ്രില്യൻ്റിൽ കാണുന്നുണ്ട്. അതൊക്കെ സങ്കടം തന്നെ ആണ്. പക്ഷെ നമുക്കിപ്പോൾ ഒന്നും കാട്ടാനില്ല. പഠിച്ച് ഇനി നമുക്ക്
അടുത്തതിൽ ഞങ്ങൾ ഒപ്പരാവാൻ പറ്റുമോ നോക്കാം. പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, വീട് അടുത്തടുത്താണ്. അശ്വിനൻ്റെ വീടിൻ്റെ അതിൽക്കൂടാണ് ഞാൻ ഡെയിലി പോയി വരല് സ്കൂളിലേക്ക്. പക്ഷേ നമ്മൾ പോകാൻ പറ്റൂല, കാരണം ഒന്നാമത് ഞാൻ പോകുമ്പം പറന്നിട്ടാണ് പോകുക, നല്ല ലേറ്റ് ആയിട്ടാണ് പോകുക. പിന്നെ തിരിച്ച് വരുമ്പോൾ ബസ്സിനാണ് വരിക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് നോട്ടൊക്കെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ഞാൻ ആദ്യം കുറേ സമയം ഇരുന്ന് പഠിച്ച്, പിന്നെ നോട്ട് എഴുതാൻ വേണ്ടി ഫോണിൽ മിസ് PDF അയച്ചു തന്നതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ബോട്ടണി ആണിത്. അപ്പോൾ ഞങ്ങൾ പിന്നെ നോട്ടിലേക്ക് അതങ്ങനെ കോപ്പി ചെയ്ത് പോവുകയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.